എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റുകാരായതും കമ്മ്യൂണിസ്റ്റുകാരുടെ സഹയാത്രികരായതുമായ എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനം പകരുന്ന ഒരു നിമിഷമാണിത്. ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് പുതുക്കിപ്പണിയുന്നു. കുറച്ച് കാലമായി തന്നെ ഈ ഓഫീസ് നമ്മുടെ അതിവിപുലമായ സംഘടനാശേഷിക്ക് അനുസൃതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമാണത്. അപ്പോൾ പുതിയ സൗകര്യങ്ങൾ സ്വാഭാവികമായും വേണ്ടതുണ്ടായിരുന്നു. മറ്റ് ഒട്ടേറെ തിരക്കുകൾക്കിടയിൽ ഇതൊരു അത്യാവശ്യ കാര്യമാണെങ്കിലും നീണ്ടുപോയി എന്താണ് വസ്തുത. ഏതായാലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഓഫീസ് പുതുക്കിപ്പണിയാനുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ജില്ലാ ഘടകത്തിൻ്റെ ഓഫീസ് പുതുക്കിപ്പണിയലാണ്. അപ്പം അതിൻ്റേതായ എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ട് എന്നതാണ് ആദ്യമേ തന്നെ കാണേണ്ടത്. ഇവിടെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിർമ്മാണശേഷം ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഘട്ടം വളരെ പ്രത്യേകതയാർന്ന ഒരു ഘട്ടമാണ് എന്ന് പ്രത്യേകമായി ഓർക്കണം. രാജ്യത്തെ നിലവിലുള്ള രീതികളാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം അംഗീകരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് രാജ്യം അത് അംഗീകരിക്കുന്ന കാലം മുതൽക്കേ വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടേറെ മൂല്യങ്ങൾ ഉൾച്ചേർന്നിരുന്നു. രാജ്യത്തിൻ്റെ എല്ലാ ധാരകളും ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങൾ സ്വാംശീകരിച്ചാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടത്. അതിൽ മതനിരപേക്ഷത വേണോ, മതാധിഷ്ഠിത ഇന്ത്യ വേണോ എന്നത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. മതാധിഷ്ഠിത ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവരുണ്ട്. പക്ഷേ മതനിരപേക്ഷ രാഷ്ട്രം എന്നതിനാണ് പൊതുവിൽ
സ്വീകാര്യതയുണ്ടായത്. മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറഞ്ഞവർ, അതിനുവേണ്ടി വാദിച്ചവർ ആ ആശയം ഉപേക്ഷിച്ചിരുന്നില്ല. അവരാ ശ്രമം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യം അംഗീകരിച്ചു. പാർലമെൻ്ററി ജനാധിപത്യത്തോട് വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ജനാധിപത്യ രീതിയോട് തന്നെ വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു. പക്ഷേ പാർലമെൻ്ററി ജനാധിപത്യമാണ് പൊതുവെ നാം സ്വീകരിച്ചത്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ്സാണ് വലിയ ശക്തിയായിട്ട് ഉയർന്നു വന്നത്. ആ കോൺഗ്രസ് രാജ്യമാകെ അടക്കി ഭരിക്കുന്ന നിലയാണുണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല, എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യം 10 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിനു ശേഷം തെരഞ്ഞെടുപ്പ് 1957 കേരള സംസ്ഥാനം 56 രൂപം കൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൻ്റേതല്ലാത്ത ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. കോൺഗ്രസിൻ്റേതല്ലാത്ത സർക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വമുള്ള സർക്കാർ. ജനാധിപത്യത്തോട് വലിയ തോതിൽ മമത പ്രകടിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖം, ശരിയായ മുഖം ആ ഘട്ടത്തിൽ തന്നെ വിളിക്കു വന്നു. നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യവ്യാപകമായി നേരിടുന്നതിൽ അവരുടെ ജനാധിപത്യ വിരുദ്ധ മുഖം രാജ്യം കണ്ടതാണ്. എങ്കിലും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നിരക്കാത്ത, തീർത്തും ജനാധിപത്യ വിരുദ്ധമായൊരു നീക്കം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ കാലം അധികം കഴിയേണ്ടി വന്നില്ല. 57 ഗവൺമെൻറ്റിന് 2 വർഷത്തെ ആയുസ്സേ ഉണ്ടായുള്ളൂവെങ്കിലും 57 കഴിഞ്ഞ് 67 ആയപ്പോൾ രാജ്യത്ത് കോൺഗ്രസിൻ്റേതല്ലാത്ത ഗവൺമെൻറ്റുകൾ പല സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് രാജ്യത്തൊരു പുതിയ രീതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണം എന്നതിനെ അവസാനം കുറിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസ് ഈ തരത്തിൽ ക്ഷയിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ
വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് വന്നത്. ആ മാറ്റങ്ങൾ പല തലങ്ങളിലും നേരത്തെ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവരുടെ സമീപനത്തോടൊപ്പം നിൽക്കുന്നതായി മാറി. അതിൻ്റെ ഫലമായി വർഗീയ ശക്തികളോടൊപ്പം ചാഞ്ചാടുന്ന നിലപാട് പലയിടത്തും കോൺഗ്രസ് സ്വീകരിച്ചു. രാജ്യത്തുയർന്നു വന്ന വർഗീയ പ്രശ്നങ്ങളിൽ ഒരിടത്തും ഒരു ഘട്ടത്തിലും തത്വാധിഷ്ഠിതമായ മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിനായില്ല. കോൺഗ്രസിൻ്റെ ആന്തരികമായ ദൗർബല്യം വ്യക്തമാക്കുന്നതായിരുന്നു അതെല്ലാം. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളടക്കം നേരത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടല്ല പിന്നീട് കോൺഗ്രസിൻ്റെ പ്രധാനികളും കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വവും കോൺഗ്രസിൻ്റെ ഭരണകർത്താക്കളും സ്വീകരിച്ചത്. എവിടെയെത്തി? മെല്ലെ മെല്ലെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അത് ദുർബലമായി. ആ ദുർബലാവസ്ഥയിൽ നിന്ന് മുതലെടുത്ത് കരകയറിയത് രാജ്യത്തെ ഹിന്ദുത്വ വർഗീയ ശക്തിയായിരുന്നു. അതിനോട് ഒരു ഘട്ടത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. ചരിത്രമാണത്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ വളരെ വിശദമായി പോകുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ്. എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്തൊരു കൂട്ടർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുന്നു. ഭരണാധികാരികളായി മാറിയപ്പോൾ അതിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഇന്ന് കോൺഗ്രസ്സായി കാണുന്ന ഒരാൾ നാളെ കോൺഗ്രസ് ആയിരിക്കും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ആരും മാറിയേക്കാം എന്നൊരു അനിശ്ചിതത്വം കോൺഗ്രസ് നേതൃനിരയിൽ ആകെയുണ്ടായിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തി ഇല്ലാലോ. ഇപ്പം ഏറ്റവും ഒടുവിലാണല്ലോ മഹാരാഷ്ട്രയിലെ പഴയ മുഖ്യമന്ത്രി ചവാൻ കോൺഗ്രസ് വിട്ട് BJP പോയത്. ആരും മാറിയേക്കാം. എത്ര പേര്, എത്ര മുൻ മുഖ്യമന്ത്രിമാർ, എത്ര കോൺഗ്രസ് അധ്യക്ഷന്മാർ, എത്ര കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ, ഇവരെല്ലാം വിട്ടുമാറുകയാണല്ലോ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSS
1925 ജന്മം കൊള്ളുന്നത്. ജന്മം കൊണ്ടു കഴിഞ്ഞതിന് ശേഷം അവരുടെ ലക്ഷ്യങ്ങളൊന്നും അവർ മറച്ചു വച്ചിട്ടില്ല. അവർ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനാണ് നിലകൊള്ളുന്നത്. അത് കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി 3 കൂട്ടരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കൂടുതലായിട്ട് പോവുകയല്ല. പക്ഷേ നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രുക്കൾ. ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ജർമ്മനിയിൽ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗമാണ് അനുകരണീയം എന്ന് ലോകമാകെ ഹിറ്റ്ലറെ തള്ളിപ്പറയുന്ന കാലം, ലോകം കണ്ട കൊടും ക്രൂരത ഹിറ്റ്ലറുടെ ഭാഗത്തുണ്ടായപ്പോൾ ലോകമാകെ ഹിറ്റ്ലറെ തള്ളിപ്പറയുന്നു. അന്ന് ഹിറ്റ്ലറെ അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുത്തവരാണ് RSS. അതാണ് അവർ കാണുന്ന മാർഗം, നിഷ്കാസനം ചെയ്യുക. ഹിറ്റ്ലർ അവിടെ കൂട്ടക്കശാപ്പ് നടത്തി. അതേ നില ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന അനുകരണീയമായ മാതൃകയാണ് എന്നാണ് അവർ കണ്ടിരുന്നത്. അവരാണ് രാജ്യത്ത് അധികാരം കൈയാളുന്നത്. ഞങ്ങൾ അധികാരം കൈയാളുന്നത് പഴയ ചെങ്കോലും എടുത്തുകൊണ്ടാണ് എന്നിപ്പോൾ കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ അതുമാത്രം പരിശോധിച്ചാൽ മതി. ആ സ്വീകരിച്ച നടപടികൾ വളരെ പഴയ കാര്യങ്ങളിലേക്ക് പോകണ്ട, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തതയാർന്ന നിലപാട് കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നു. ഏത് കാര്യത്തിലാണ്? കൃത്യതയോടെ അതിനെ എതിർത്ത് ഞങ്ങൾ മതനിരപേക്ഷതയുടെ ഭാഗത്താണ് എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ അയോധ്യ പ്രശ്നം, CPIM-ന് ക്ഷണം കിട്ടിയപ്പോൾ അധിക സമയം വേണ്ടി വന്നില്ലല്ലോ തീരുമാനമെടുക്കാൻ. എന്തുകൊണ്ടാണത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയാർന്ന സമീപനം ഒരു പാർട്ടിക്കുണ്ടായാൽ ആ പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ വലിയ വിഷമമുണ്ടാവില്ല. കോൺഗ്രസ് തീരുമാനമെടുക്കാൻ എത്ര നാളെടുക്കേണ്ടി വന്നു? ആ തീരുമാനം വ്യക്തതയോടെയാണോ? ഇവിടെ അയോധ്യ പ്രശ്നത്തെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? എന്താണ് അവർക്കുള്ള പ്രയാസം? പ്രയാസം സംഘപരിവാറിൻ്റെ നേതൃതലത്തിലുള്ള മനസ്സ് എന്താണോ അതേ മനസ്സോടെയുള്ള ഒരുപാട് നേതൃതലം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതാണ്. അതല്ലേ വസ്തുത? അതുകൊണ്ടല്ലേ അതിനെ എതിർക്കാൻ പറ്റാതിരുന്നത്? അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ? ഇവിടെ കോൺഗ്രസ്സിന്
മന്ത്രിസഭയുള്ള സംസ്ഥാനത്ത് എല്ലാ അമ്പലങ്ങളിലും പൂജ നടന്നില്ലേ ഇതിന്റെ ഭാഗമായിട്ട്? എന്താണ് സന്ദേശം? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പാർലമെന്റ് സമ്മേളനം അവസാന ദിവസം എന്തിനാ ഒരു ദിവസം നീട്ടിയത്? പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം നീട്ടിയത് ഈ അയോധ്യ പ്രശ്നം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാൻ. ഏത് ശരി? സംഘപരിവാർ കാണുന്ന ശരി, സംഘപരിവാറിന്റെ കാഴ്ചപ്പാടിലുള്ള ശരി, ആ സംഘപരിവാർ കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടാക്കി മാറ്റാൻ വേണ്ടി പാർലമെന്റ് ഒരു ദിവസം കൂടി നീട്ടുന്നു. CPIM പറഞ്ഞു, തീർത്തും പറഞ്ഞു പാടില്ല, ഞങ്ങളതിനില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. എന്തേ കോൺഗ്രസിന് പറയാൻ കഴിയാതിരുന്നത്? കോൺഗ്രസ് വിപ്പ് കൊടുത്തില്ലേ ആളുകളെല്ലാം ഹാജരാകാൻ? എന്തിനു വേണ്ടി? എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് അതിലൂടെ രാജ്യത്തിന് നൽകാനുണ്ടായിരുന്നത്? അയോധ്യയുടെ മറ്റൊരു വശമുണ്ടല്ലോ. ഞാൻ ആ വശത്തിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോയിട്ടില്ല, എല്ലാവരുടെയും മനസ്സിലുള്ളതാണല്ലോ അതൊക്കെ. നിങ്ങളെന്തേ അത്തരം കാര്യങ്ങൾ മറക്കുന്നത്? എന്തുകൊണ്ട് കൃത്യതയാർന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല? ഇത് നമ്മുടെ ഏറ്റവും ഒടുവിലുള്ള അനുഭവമാണല്ലോ. വിപ്പ് കൊടുത്ത് കോൺഗ്രസ് എംപിമാരെ ഹാജരാക്കുന്നു. അതേസമയം CPIM ബഹിഷ്കരിക്കുന്നു. ആ സഭയുമായി മറ്റു ചില പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കാതിരിക്കുന്നു. AAPയെ പോലുള്ളവർ സഹകരിക്കാതിരിക്കുന്നു. മറ്റു ചിലർ സഹകരിക്കാതിരിക്കുന്നു. എന്തേ കോൺഗ്രസിന് സഹകരിക്കണം തോന്നിയത്? എവിടെയാണ് നിങ്ങളുടെ മനസ്സ്? അതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ളൊരു ധൃതി എന്താണ്? ഉത്തരാഖണ്ഡ് ധൃതിപ്പെട്ടാണല്ലോ അതിലേക്ക് പോയത്. കൃത്യതയാർന്ന സമീപനം കോൺഗ്രസിനുണ്ടോ? നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തതയുള്ളതാണോ? എന്താണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവ്യക്തത വരുന്നത്? മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ വർഗീയ താല്പര്യത്തോടെ വരുന്ന ഏതിനെയും എതിർക്കാൻ തയ്യാറാകണമല്ലോ. അതിന് സാധിക്കുന്നില്ലല്ലോ. കോൺഗ്രസിൽ നല്ലൊരു ഭാഗം അതിൻ്റെ കൂടെ അണിനിരക്കുകയാണ്. സംഘപരിവാർ ശക്തികളുടെ നീക്കത്തോടൊപ്പം അണിചേരുകയാണ്. ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കൂടെ ധാരാളം കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേക്കേറാൻ വേണ്ടി വല്ലാത്ത താല്പര്യം കാണിക്കുന്നു. എവിടെയും എന്തും സംഭവിക്കാമെന്ന അവസ്ഥ വരുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രമെന്ന് നാം കാണണം. നിലപാട് മതനിരപേക്ഷത ഊന്നി എടുക്കുന്നില്ലെങ്കിൽ
വർഗീയതയെ കൃത്യമായി എതിർക്കാൻ കഴിയില്ല. വർഗീയതയെ വർഗീയ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ബി ടീമായി നിന്നുകൊണ്ട് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയതയോടുള്ള എതിർപ്പായിട്ടത് മാറില്ല. അതൊരു ബി ടീമിന്റെ കളി പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇപ്പൊ അയോധ്യയിലെ മോദി പ്രതിഷ്ഠക്ക് പോകുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അതേ ദിവസം ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ധ്യാനം നടത്താൻ സമരം ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പോകലും ധ്യാനിക്കലും ഭജന നടത്തലും എല്ലാം വ്യക്തിപരമായ കാര്യമാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനൊന്നും എതിരായിട്ടല്ല നമ്മളാരും പറയുന്നത്. പക്ഷെ ദിവസമേത്, ആ സമയമേത്, അന്നിത് നൽകുന്നതിലൂടെ ഉയർത്തുന്ന സന്ദേശമേത്, അതല്ലേ പ്രശ്നം. രാജ്യമാകെ ഇതിൻ്റെ സന്ദേശം ഉയർത്താൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതേ ദിവസം അതേ സമയം ശ്രീരാമനെ ഭജിക്കാനുള്ള ഒരു സമയമായി എടുത്ത് അതിനുവേണ്ടി പുറപ്പെട്ടാൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? മറ്റവർ കാണിക്കുന്നത് ശരിയാണ് എന്ന സന്ദേശമല്ലേ പരോക്ഷമായി നൽകുന്നത്? അതാണോ വേണ്ടത്? നിർഭാഗ്യവശാൽ അതാണ് സംഭവിച്ചത്. അവിടെ കൊണ്ട് നിന്നില്ല. പാർലമെന്റ് അവസാന ദിവസം ആ സമ്മേളനത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ചിത്രം പൂർത്തിയാവുകയാണ്. ഈ രീതിയാണ് മാറേണ്ടത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയ കാഴ്ചപ്പാടുകളുമായി സമരസപ്പെട്ടു പോകരുത്. നിർഭാഗ്യകരമായ രീതിയിൽ സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ആശയം അതുമായി പൊരുത്തപ്പെടുന്ന നിലയാണ് കോൺഗ്രസ് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് രാജ്യത്തുണ്ടാക്കുന്ന രീതി എന്താണ്? നമ്മളെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്നവരാകണ്ടേ? നിങ്ങൾക്ക് ഭയം, സംശയം, അങ്കലാപ്പ്, നാളത്തെക്കുറിച്ചുള്ള ഭീതി ഇതെല്ലാം ഉണ്ടായാൽ എന്താകും നാടിന്റെ, രാജ്യത്തിന്റെ അവസ്ഥ? ആ ഭയത്തിൽ, ഭീതിയിൽ, അങ്കലാപ്പിൽ ജീവിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾ ഇന്ത്യയിലില്ലേ? അവർക്ക് ആശ്വാസം പകരുന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഞങ്ങൾ പ്രധാനപ്പെട്ട ശക്തിയൊന്നുമല്ല, രാജ്യത്ത് ചെറിയൊരു ശക്തി മാത്രമാണ്. പക്ഷെ ആ ചെറിയൊരു ശക്തി വലിയ കരുത്തായിട്ടാണ് ഈ ജനവിഭാഗം കാണുന്നത്. എന്തുകൊണ്ട്? നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. കോൺഗ്രസിനില്ലാത്തത് അതാണ്. ഇവിടെ ഒരു വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അവർ ഭീതിയിൽ കഴിയണോ? ഈ രാജ്യത്തിന്റെ സന്തതികളല്ലേ അവര്? തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരല്ലേ? ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ മണ്ണടിയേണ്ടവരല്ലേ? അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ കഴിയണ്ടേ?
അത് തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറാകാത്ത മനസ്സോടുകൂടി കോൺഗ്രസ് രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. ഇതാണ് ഗൗരവമായി കാണേണ്ട വിഷയം. ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സംസ്ഥാനം കേരളം ഒരു സംസ്ഥാനമെന്ന നിലക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒരു സംസ്ഥാനവും സാധാരണഗതിയിൽ നേരിടാൻ പാടില്ലാത്ത പ്രശ്നങ്ങളാണ്. പക്ഷേ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിൽ ജനാധിപത്യ ഭരണക്രമത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകും. സാധാരണഗതിയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ടതുമാണ്. അത് നാടിൻ്റെ പൊതുവായ അഭിവൃദ്ധിക്കാണ് വഴിവെക്കുക. കാരണം തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഭരണവിഭാഗം തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു കരുതൽ നടപടിയായിട്ടത് വരും. പക്ഷേ കേരളത്തിൽ സ്വീകരിക്കുന്ന നില എന്താ? കേരളത്തിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിനില്ല. അപ്പം അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതാക്കി അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഗവേഷണത്തിലാണ് അവർ. അതൊരു ഭാഗം. എന്നാൽ ഒരു കാര്യത്തിലും സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ, നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വേർതിരിഞ്ഞ് നിൽക്കാതെ ഒന്നിച്ചു നിൽക്കേണ്ടതായ ഘട്ടമുണ്ടാകും. ഒരു ദുരന്തം വരുന്നു, പ്രകൃതി ദുരന്തം, എല്ലാവരും ഒന്നിച്ചാണ് ഇടപെടാൻ ശ്രമിക്കുക. പക്ഷെ അപ്പോൾ പോലും നമ്മുടെ കേരളത്തിൽ വേർതിരിഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു, വലിയ തോതിൽ ശ്വാസം മുട്ടിക്കുന്നു. കേരളത്തിൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള സാമ്പത്തിക രംഗത്തെ ഈ പറയുന്ന പ്രത്യേക ഞെരുക്കൽ നടപടി, അതിൻ്റെ ഭാഗമായി കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിന് താങ്ങാവുന്ന സംഖ്യയല്ല. ഇപ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതങ്ങളുണ്ട്. ആ വിഹിതം സാധാരണ ജനസംഖ്യാനുപാതികമായിട്ടെങ്കിലും കിട്ടണം. പക്ഷേ കേരളത്തിന് ജനസംഖ്യാനുപാതികമായി വിഹിതം കിട്ടുന്നില്ല. എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളെടുത്താൽ ജനസംഖ്യാനുപാതികമല്ല, അതിൻ്റെ ഇരട്ടി, ചിലപ്പോൾ അതിൽ കൂടുതൽ അവർക്ക്
വിഹിതമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് തങ്ങളുടെ ഇഷ്ടക്കാർ, കേരളം പോലുള്ളത് ഇഷ്ടമില്ലാത്ത പട്ടികയാണ്. അതിലേറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് കേരളത്തെ. അപ്പോൾ കേരളത്തിന് ലഭിക്കേണ്ട പണമാണ് ലഭിക്കാതിരിക്കുന്നത്. ഇതൊരു ഔദാര്യമല്ല. ഈ വരുമാനമെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എത്തുന്നത്. രാജ്യത്തിൻ്റെ ആകെ വരുമാനമാണ്. ആ വരുമാനമാണ് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യേണ്ടത്. അതിലാണ് വിവേചനം കാണിക്കുന്നത്. അതിൽ അർഹതപ്പെട്ടതാണ് ഇവിടെ നൽകാതിരിക്കുന്നത്. അത് നൽകണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ പണം ആദ്യം സംസ്ഥാന ഗവൺമെൻറ് ചെലവിടുകയാണ്. ആ ചെലവിട്ട പണം കേന്ദ്ര ഗവൺമെൻറ് നൽകണം. പക്ഷേ കേന്ദ്രം ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അത് നൽകാൻ തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനമാകുമ്പോൾ വല്ലാത്ത സാമ്പത്തിക ഞെരുക്ക് അനുഭവപ്പെടും. ആ നൽകാതിരിക്കുന്ന പണം നൽകണം. ഏത് സംസ്ഥാനത്തിനും കടമെടുക്കേണ്ടതായിട്ട് വരും. ആ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുള്ളതാണ്. ഭരണഘടന സംസ്ഥാനങ്ങൾക്കാണ് അധികാരം നൽകുന്നത്. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായാണ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നത്. ഭരണഘടനാ വിരുദ്ധമായി ഇടപെട്ട് കേരളം എടുക്കേണ്ട കടത്തിൻ്റെ വിഹിതം കുറയ്ക്കുക. നിങ്ങൾ ഇത്രയേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ വലിയ കുറവതിൽ വരും. അപ്പോൾ കടമെടുക്കാൻ സാധാരണഗതിയിൽ അനുവദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ നമ്മൾ ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഇതിൻ്റെ കൂടെയാണ് നിൽക്കുക. കാരണം കേരളത്തിൻ്റെ പ്രശ്നമാണ്, ജനങ്ങളുടെ പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ് കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു. കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തോട് പ്രത്യേക മമത അവർക്കില്ല. കേരളത്തിലെ ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല. ആരെ അംഗീകരിക്കുന്നില്ല? സംഘപരിവാറിനെയും അവരുയർത്തുന്ന രാഷ്ട്രീയത്തെയും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇവിടെ ജയിച്ചു വരാനാകുന്നില്ല. ബി ജെ പിക്ക് ജയിച്ചു വരാനാകാത്തത് കൊണ്ട് ഒരു നാടിനെയും ജനങ്ങളെയും കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെ വരുമ്പോൾ അതിനെതിരെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ശബ്ദിക്കാൻ കോൺഗ്രസും പ്രതിപക്ഷവും തയ്യാറാവണ്ടേ? കോൺഗ്രസിനത് കഴിയുന്നില്ലല്ലോ. കോൺഗ്രസ് അപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി ന്യായങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കേരള വിരുദ്ധ വികാരം കോൺഗ്രസ് രൂപപ്പെട്ടിരിക്കുന്നു. കേരളത്തിന് അനുകൂലമായ വികാരമല്ലത്. കേരള വിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നു. ഇതാണ് ഈ സംഭവങ്ങളിലെല്ലാം കാണാൻ കഴിയുക. ഒരു കാര്യം ഓർത്തു നോക്കി, കേരളമാകെ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപനത്തിനെതിരെ എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തി. ഡൽഹിയിലെ മന്ത്രിസഭയും നിയമസഭാംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധമായി. കോൺഗ്രസ്സുകാർ വന്നിട്ടാണ്.
അതിനെതിരെയാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഡൽഹി പരിപാടിയുടെ തലേ ദിവസം കർണാടകയ്ക്ക് ഇതേ പ്രശ്നം ഉയർത്തി പ്രക്ഷോഭം നടത്തേണ്ടി വന്നല്ലോ. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം MLA-മാരും അടക്കം ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചല്ലോ. അവർ പറയുമ്പോൾ കേരളത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ. കേരളം ഗൗരവമായ പ്രശ്നമാണ് ഉയർത്തുന്നത് എന്ന് കർണാടക മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നല്ലോ. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ അധ്യക്ഷന് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കേരളം നടത്തിയ പ്രക്ഷോഭത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ. പക്ഷേ കോൺഗ്രസിനൊരു മാറ്റമില്ല. അതേ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. ആരുടെ കൂടെയാണ് അവർ? അതാണ് നാം കാണേണ്ടത്. BJP-യുടെ കൂടെയാണ്. മനസ്സ് BJP-യോടൊപ്പമാണ്. ഉദ്ദേശം വ്യക്തമാണ്. പല ഘട്ടങ്ങളിൽ BJP-യുമായി കൂട്ടുചേരുന്നതിന് കോൺഗ്രസിന് മടിയുണ്ടായിട്ടില്ല. ഇപ്പോഴും ചിലയിടങ്ങളിൽ ആ കൂട്ടുകെട്ട് തുടരുന്നുണ്ട്. അപ്പോൾ LDF-നെതിരെ ശക്തമായ വികാരം ഉയർത്തിക്കൊണ്ടുവരിക, LDF-നെതിരെ നമുക്കൊന്നിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ഒരു തലം വളർത്താൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ഏറെക്കുറെ ആ കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവരാണ്. കേരളത്തിൽ നിന്ന് 18 ലോക്സഭാംഗങ്ങളാണല്ലോ ലോക്സഭയിൽ UDF-ന്റെ ഭാഗമായിട്ടുള്ളത്. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നോ? എന്തേ അവർക്ക് പാർലമെന്റിൽ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത്? ഒരു ഘട്ടത്തിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിച്ചതൊക്കെ കേരളത്തിനെതിരായ പ്രശ്നങ്ങളായിരുന്നു. കേരളത്തെ ഇകഴ്ത്താൻ, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഇല്ലാ കഥകളടക്കം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ കേരളം നേരിടുന്ന പ്രശ്നം ഒരു ഘട്ടത്തിലും ഉന്നയിച്ചില്ല. അത് നമ്മുടെ അനുഭവം. മതനിരപേക്ഷത കാപത്തുളവാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായല്ലോ. തുടരെ ഒന്നിനു പുറകെ ഒന്നായി ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ ശബ്ദം ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദം ഉയരണമെങ്കിൽ ഈ 18 പേരുടെ ശബ്ദം ഉയരണമല്ലോ. പിന്നെ 2 ഉള്ളൂ. ആ 18 പേര് പൂർണ്ണ നിശബ്ദരായല്ലോ. ആലോചിച്ച് നോക്കണം. മുൻപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് മതിയായ പ്രാതിനിധ്യമില്ലാത്ത ഒരു ലോക്സഭയായതുകൊണ്ടാണ് ഈ ദുർഗതി ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. രാജ്യം നേരിടുന്ന പ്രശ്നം, മതനിരപേക്ഷത കാപത്തുളവാക്കുന്ന പ്രശ്നം, വർഗീയ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളിലെല്ലാം ശരിയായ സമീപനം അത് ഇടതുപക്ഷത്തിന് മാത്രമേ സ്വീകരിക്കാനാവൂ. 20 കോൺഗ്രസ് ആയാലും ഈ നിലക്ക് മാറ്റമില്ല. നമ്മുടെ രാജ്യത്ത് ആവശ്യം തെറ്റിനെ ചോദ്യം ചെയ്യലാണ്.
തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അരുത് എന്ന് പറയാൻ പാർലമെന്റിൽ ആളുകളുണ്ടാവരാണ്. അതാണ് ആദ്യം വേണ്ടത്. ഇടതുപക്ഷമില്ലാത്തതിന്റെ ദൂഷ്യം അനുഭവിച്ചവരാണ് നമ്മൾ. കേരളത്തെ എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ. പക്ഷേ ഇടതുപക്ഷമില്ലാതായപ്പോ, ഇടതുപക്ഷത്തിന് വേണ്ടത്ര പ്രാതിനിധ്യമില്ലാതായപ്പോ ആ സംസ്ഥാനത്തിന്റെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായി പോയി. ഇത് നമുക്കൊരു പാഠമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കൊരു പാഠമാണ്. ഇതും നാം കരുതേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും കൂടുതലായി വളർത്തിയെടുക്കുക, ഇതാണ് നാം ശ്രമിക്കുന്നത്. അതിലൂടെ ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റിലല്ല, സുപ്രീം കോടതിയിലെ കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചു, ഇവർക്കൊരു ബി പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എന്നാൽ ആ ബി പ്ലാൻ എടുത്തോട്ടെ. എന്താ ബി പ്ലാൻ എന്ന് അവർക്ക് അറിയണം പോലും. ഒരു ഭാഗം കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കലാണ്, അത് നാം തുടർച്ചയായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതിന് മാറ്റമില്ല. ഗവൺമെന്റുകൾ തമ്മിൽ ആരോഗ്യകരമായ ബന്ധം പുലർത്തി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ അതിന് മുടക്കം വരുത്തരുത് എന്ന് ആവശ്യപ്പെടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് തള്ളുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിന് രണ്ട് മാർഗമുണ്ട്. അതിലൊന്നാണ് നിയമപരമായ ചോദ്യം ചെയ്യൽ. അതിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ജനങ്ങളുടെ അടുത്ത് പറയലാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ആത്യന്തികമായി കരുത്തുള്ളത് ജനങ്ങൾക്കാണ്. ആ ജനങ്ങളുടെ മുന്നിലാണ് കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സംസ്ഥാനം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ബി പ്ലാൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ജനങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ജനങ്ങളുടെ കരുത്തിനെ നിസ്സാരമായി കാണരുത്. പല ഘട്ടങ്ങളിലും ആ കരുത്ത് ശരിയായ രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. നാം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരമുണ്ടായാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ആ വഴിക്കാണ് കാര്യങ്ങൾ നാം നീക്കുന്നത്. കോൺഗ്രസിന് മാറ്റം സാധാരണഗതിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ നിലപാടുകളെല്ലാം തള്ളിക്കൊണ്ടുള്ള ജനശക്തി ഉണരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ അതിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു പോകുന്നത്. നമുക്ക് ഒരുമയോടെ ഐക്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഈ ഒരു ദേശീയ സംസ്ഥാന പശ്ചാത്തലമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വളരെ പ്രധാനമാണ്.
ഇടതുപക്ഷമാണ് ശരിയായ ദിശയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുക എന്ന് പ്രധാനമാണ്. അതിൽ CPIM-ന്റെ കരുത്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കാലാനുസൃതമായ ഓഫീസ് പ്രവർത്തനത്തിന് പറ്റാവുന്ന ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത്. ആ ഓഫീസ് നിർമ്മാണമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഔപചാരികമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, അതാണ് ശിലാസ്ഥാപനം, നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതൊരു പ്രതിജ്ഞയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.